സ്വദേശിവൽക്കരണത്തിൽ നിലപാട് ഘടിപ്പിച്ച് കുവൈത്ത്. ഗൾഫ് ടൈമിലാദ്യം പ്രധാന വാർത്ത. സ്വദേശിവൽക്കരണം കർശനമാക്കാനൊരുങ്ങി കുവൈത്ത്. ഭരണനിർവഹണ തസ്തികകളിൽ വിദേശികളെ ഒഴിവാക്കാനുള്ള പദ്ധതിയുമായി മാൻപവർ പബ്ലിക് അതോറിറ്റി. മലയാളികളടക്കമുള്ള വിദേശികൾ പിരിച്ചുവിടൽ ഭീഷണി. ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഹജ്ജിന് അനുമതി ലഭിച്ചേക്കും. ഹജ്ജ് കരാറിനുള്ള നടപടികൾ ഇറാൻ പൂർത്തിയാക്കി. കഴിഞ്ഞ തവണ അനുമതി നിഷേധിച്ചത് തീർത്ഥാടകർക്ക് പ്രത്യേക സൗകര്യം വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന്. വിദേശികൾ സ്വദേശത്തേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തണമെന്ന് കുവൈറ്റ് പാർലമെന്റിൽ ആവശ്യം. സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും വിദേശികൾക്കുള്ള സൗജന്യം നിർത്തണമെന്നാവശ്യപ്പെട്ട് കരട് ബിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ വാടക നിയന്ത്രണ നിയമം പ്രവാസികൾക്ക് അനുകൂലമായി പരിഷ്കരിക്കണമെന്ന് NRI കമ്മീഷൻ. ശുപാർശ സർക്കാരിന് കൈമാറി. പ്രവാസികളെ കബളിപ്പിക്കുന്ന സംഭവങ്ങളിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുമെന്ന് ചെയർമാൻ ജസ്റ്റിസ് ഭവദാസ്. ബഹ്റിനിൽ സ്വകാര്യ മേഖലയിലും ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങണമെന്ന് ജനറൽ ഡയറക്ടർ ഓഫ് ട്രാഫിക്. നിർദ്ദേശം ലൈസൻസുള്ള പരിശീലകരുടെ എണ്ണം കൂടിയതിനെ തുടർന്ന്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് MB ഫൈസൽ മലപ്പുറത്ത് CPM സ്ഥാനാർത്ഥി. കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കാമെന്ന് ഫൈസൽ. ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കുവൈത്തിൽ സർക്കാർ പൊതുമേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണത്തിനുള്ള ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു. ഭരണനിർവഹണ തസ്തികകളിൽ നിന്നും വിദേശികളെ ഒഴിവാക്കി പകരം സ്വദേശികളെ നിയമിക്കുന്നതിന് മാൻപവർ റീസ്ട്രക്ചറിംഗ് പദ്ധതിയുമായി കുവൈറ്റ് മാൻപവർ പബ്ലിക് അതോറിറ്റി രംഗത്തെത്തി. വിവിധ സർക്കാർ വകുപ്പുകളിൽ പിരിച്ചുവിടൽ ഭീഷണിയിലാണ് മലയാളികളടക്കമുള്ള വിദേശികൾ. സർക്കാർ പൊതുമേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവത്കരണത്തിനുള്ള ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു. മാൻപവർ റീസ്ട്രക്ചറിംഗ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനാണ് മാൻപവർ പബ്ലിക് അതോറിറ്റിയുടെ തീരുമാനം. അതേസമയം വിദേശികൾ കൈയടക്കിയിരിക്കുന്ന സ്വകാര്യ മേഖലയിലും സ്വദേശിവത്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ ഭരണ നിർവഹണ തസ്തികകളിൽ വിദേശികളെ ഒഴിവാക്കി പകരം സ്വദേശികളെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ്. 18 ലക്ഷത്തിലേറെ പേർ തൊഴിൽ ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ ആകെ 70,000 സ്വദേശികൾ മാത്രമാണ് തൊഴിൽ ചെയ്യുന്നത്. ഈ വലിയ അന്തരം എത്രയും വേഗം നികത്തുന്നതിനാണ് മാൻപവർ പബ്ലിക് അതോറിറ്റിയുടെ നീക്കം. കൂടാതെ അഭ്യസ്തവിദ്യരായ 20,000-ലേറെ സ്വദേശികൾ തൊഴിൽ തേടി സിവിൽ സർവീസ് കമ്മീഷനിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ്. അതേസമയം സർക്കാർ മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശതമാന നിരക്കിൽ വിദേശികളെ ഒഴിവാക്കി വരികയാണ്. വർഷം തോറും 10% പേരെ ഒഴിവാക്കി 10 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ സ്വദേശിവത്കരണ നടപടികളാണ് സർക്കാർ തലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായതോടെ സ്വദേശിവത്കരണ നടപടികളുടെ ആക്കം കൂട്ടുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നിരവധി മലയാളികൾ തൊഴിൽ ചെയ്യുന്ന കുവൈത്ത് സർവകലാശാലയിൽ ഏതാനും പേർക്ക് പിരിച്ചുവിടലിനുള്ള നോട്ടീസ് ലഭിച്ചതോടെ മലയാളികളും ഏറെ ഉത്കണ്ഠയിലാണ്. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കുവൈത്തിൽ നിന്നും വിദേശികൾ അയക്കുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്തുമെന്നും കർശന നിരീക്ഷണം ഉറപ്പുവരുത്തണമെന്നും പാർലമെന്റ് അംഗം അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു. വിദേശികൾ അയക്കുന്ന പണത്തിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് കുവൈത്ത് സെൻട്രൽ ബാങ്കും ധനമന്ത്രാലയവും ഉറപ്പുവരുത്തണമെന്നും MP ആവശ്യപ്പെട്ടു. വിദേശികൾ അയക്കുന്ന പണത്തിന് 5% ടാക്സ് ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. വിദേശികൾ അയക്കുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്തണമെന്ന് കുവൈത്ത് പാർലമെന്റ് അംഗം ഖലീൽ സാലെ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ 2010 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കുവൈത്തിൽ നിന്നും വിദേശികൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് അയച്ചത് ഔദ്യോഗിക കണക്കുകളനുസരിച്ച് 2.19 ബില്യൺ ദിനാറാണ്. വിദേശികൾ അയക്കുന്ന പണത്തിന് 5% ടാക്സ് ഏർപ്പെടുത്തണമെന്നും കർശനമായ നിരീക്ഷണം ഉറപ്പുവരുത്തണമെന്നുമാണ് MPയുടെ നിർദ്ദേശം. രാജ്യസുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും അനിവാര്യമായ നടപടിയുണ്ടാവണമെന്നും തീവ്രവാദം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ നടപടികളുമായി ബന്ധമുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടതാണെന്നും പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. മേഖല നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് തീവ്രവാദ ഭീഷണി. വിദേശികൾ അയക്കുന്ന പണത്തിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് സെൻട്രൽ ബാങ്കും ധനമന്ത്രാലയവും ഉറപ്പുവരുത്തേണ്ടതാണെന്നും MP ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്രത്തിൽ BJP സർക്കാർ ശക്തി പ്രാപിച്ചതോടെ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഉയർച്ച ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. വിനിമയ നിരക്കിൽ കുവൈത്ത് ദിനാറിന് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 1 ദിനാറിന് 9 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. രൂപ വീണ്ടും ശക്തമാകുമെന്ന സൂചനകളാണ് സാമ്പത്തിക വിദഗ്ധർ പുറത്തുവിടുന്നത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ വിനിമയ നിരക്കിലും സമാനമായ ചോർച്ചയാണ് രൂപയുമായി ഉണ്ടായത്. അതേസമയം ഒരു കുവൈത്ത് ദിനാറിന് ഏതാനും ദിവസം മുമ്പ് 223 രൂപയായിരുന്നത് ഇന്ന് 214 എത്തിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കുവൈത്തിൽ സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും വിദേശികൾക്ക് നൽകി വരുന്ന സൗജന്യ മരുന്ന് വിതരണം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് അംഗം സഫ അൽ ഹാഷിം കരട് ബിൽ അവതരിപ്പിച്ചു. മറ്റ് പാർലമെന്റ് അംഗങ്ങളുടെയും ഡോക്ടർമാരുടെയും എതിർപ്പിനെ തുടർന്ന് വിദേശികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി പൂർത്തിയാക്കുന്നതുവരെ മരുന്ന് വിതരണം തുടരുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും വിദേശികൾക്ക് സൗജന്യമായി നൽകി വരുന്ന മരുന്ന് നിർത്തലാക്കണമെന്ന് പാർലമെന്റ് അംഗം സഫാൽ ഹാഷിം അവതരിപ്പിച്ച കരട് ബില്ലിന് സമ്മിശ്രമായ പ്രതികരണമാണ് പാർലമെന്റിൽ അംഗങ്ങൾക്കിടയിലുണ്ടായത്. സാമൂഹ്യ പ്രവർത്തകയും ഏക വനിതാ പാർലമെന്റ് അംഗവുമായ സഫാൽ ഹാഷിമാണ് വിദേശികൾക്ക് സർക്കാർ സർവീസിലെ മരുന്ന് വിതരണം നിർത്തലാക്കണമെന്ന് പാർലമെന്റിൽ ശക്തമായി അഭിപ്രായപ്പെട്ടത്. വിദേശികൾക്ക് സൗജന്യ ചികിത്സയ്ക്കായി വലിയ തുകയാണ് വർഷം തോറും നീക്കിവെക്കുന്നത്. കൂടാതെ സ്വദേശികൾക്ക് കൂടുതൽ വിദഗ്ധമായ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അവർ ആവശ്യപ്പെട്ടു. പാർലമെന്റിൽ കരട് ബില്ല് അവതരിപ്പിച്ച സാഹചര്യത്തിൽ ആശങ്ക ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും വിദേശികൾക്ക് നൽകി വരുന്ന മരുന്ന് വിതരണം തുടരുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഇൻഷുറൻസ് ആശുപത്രികളുടെയും വിദേശികൾക്കായുള്ള ഹെൽത്ത് കെയർ സെന്ററുകളുടെയും നിർമ്മാണം പൂർത്തിയാകുന്നവരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിൽ ക്ലിനിക്കുകളിൽ 1 ദിനാറും ആശുപത്രികളിൽ 2 ദിനാറുമാണ് വിദേശിയിൽ നിന്ന് പരിശോധനാ ഫീസിനും മരുന്നിനും ഈടാക്കി വരുന്നത്. എന്നാൽ ഇത് പരിശോധനാ ഫീസായി മാത്രം കണക്കാക്കണമെന്നും അതിൽ മരുന്ന് ഉൾപ്പെടുത്തരുതെന്നുമാണ് സഫാൽ ഹാഷിം അവതരിപ്പിച്ച കരട് ബില്ലിൽ. ഇതിനെതിരെ നിരവധി പാർലമെന്റ് അംഗങ്ങളും കൂടാതെ ഡോക്ടർമാരും വ്യാപകമായ പ്രതിഷേധമാണ് അറിയിച്ചിട്ടുള്ളത്. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ്. ബഹ്റിനിൽ ഡ്രൈവിംഗ് പഠനത്തിനായി കൂടുതൽ പേരെത്തുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിൽ കൂടി ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ആവശ്യപ്പെട്ടു. ലൈസൻസ് ലഭിച്ചിട്ടുള്ള ഇൻസ്ട്രക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചതിനാലും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഗവൺമെന്റ് തള്ളിയതിനെ തുടർന്നുമാണ് ഈ ആവശ്യം. 400ഓളം ഇൻസ്ട്രക്ടർമാരാണ് നിലവിൽ ട്രെയിനിംഗ് നൽകുന്നത്. പുതുതായി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചാലും ഇൻസ്ട്രക്ടർമാരുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് ഗവൺമെന്റ് മേഖലയെ മാത്രം ആശ്രയിക്കേണ്ടതായി വരില്ല. വാടക നിയന്ത്രണ നിയമം പ്രവാസികൾക്ക് അനുകൂലമായി പരിഷ്കരിക്കണമെന്ന് NRI കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു. പ്രവാസികളെ തട്ടിപ്പിനിരയാക്കുന്ന സംഭവങ്ങളിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുമെന്നും ചെയർമാൻ ജസ്റ്റിസ് ഭവദാസൻ അറിയിച്ചു. വാടക നിയന്ത്രണ നിയമം പഞ്ചാബ്, ഗോവ മാതൃകയിൽ ഭേദഗതി ചെയ്യണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. പ്രവാസികളായ കെട്ടിട ഉടമകൾ തിരിച്ചെത്തുമ്പോൾ വാടകക്കാരെ ഒഴിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നിലവിലെ നിയമം പരിഷ്കരിക്കണം. വാടക നിയന്ത്രണ നിയമത്തിൽ ഒരു റെക്കമെൻഡേഷൻ നടത്തി അനുചിതമായ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് ഇവർക്കുള്ള പ്രവാസികൾക്കുള്ള വീടുകൾക്കും ഷോപ്പുകൾക്കും പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുമോ എന്ന ഒരു ഉദ്യമമാണ് ശ്രമിക്കുന്നത്. പ്രവാസികളെ ഇരകളാക്കുന്ന സംഭവങ്ങളിൽ സ്വമേധയാ ഇടപെടാനും കമ്മീഷൻ തീരുമാനിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഏറെ ചർച്ചകൾക്കൊടുവിൽ ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിനെത്തുമെന്ന് ഉറപ്പായി. ഇറാൻ തീർത്ഥാടകർക്ക് ചില സൗകര്യങ്ങൾ കൂടുതൽ വേണമെന്ന ആവശ്യമുയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ തവണ ഇറാൻ സൗദി ഹജ്ജ് കരാർ ഒപ്പിടാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഇറാൻ തീർത്ഥാടകർക്ക് ഹജ്ജ് കർമ്മത്തിനെത്താൻ കഴിഞ്ഞിരുന്നില്ല. സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ മുഹമ്മദ് സ്വാലിഹ് താഹിർ ബിൻ ദീൻ ആണ് ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർ ഇത്തവണ ഹജ്ജ് നിർവഹിക്കാനെത്തുമെന്ന സൂചന നൽകിയത്. ഇറാൻ ഹജ്ജ് കാര്യതലവൻ സയ്യിദ് ഹമീദ് മുഹമ്മദിയും സംഘവും ജിദ്ദയിൽ സൗദി ഹജ്ജ് ഉംറ മന്ത്രിയുടെ ഓഫീസിൽ ചർച്ച ചെയ്ത ശേഷമാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഇത്തരമൊരു സൂചന നൽകിയത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിൽ ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർ പങ്കെടുക്കുന്നതിനുള്ള ചർച്ച നടത്തുകയും പതിവ് പോലെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്.